നന്ദഗോവിന്ദം ഭജൻസ് വന്ദേ മാതരം പാടിയല്ലോ. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരെ എന്തോരം പൊങ്കാലയിട്ടത്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അതൊരു കാര്യമാത്ര പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ ഇപ്പോൾ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഉം. ക്ഷേത്രത്തിലെ പരിപാടിയിൽ, ക്ഷേത്രത്തിന് പുറത്താണല്ലോ, അമ്പലത്തിലെ പരിപാടിയാണ്, അല്ലെങ്കിൽ ഭജനയിൽ പാടി. ഭജന എന്ന് പറയുന്നത് ഹിന്ദു ആചാരപ്രകാരമായി ബന്ധപ്പെട്ട ഒരു സംഗീത അർച്ചനയാണ്. ഭഗവാനുള്ള അർച്ചന, ഗണപതിക്ക് തുടങ്ങി മംഗളം പാടി അവസാനിപ്പിക്കുന്നത്. അവിടെ ക്രിസ്തീയ ഗാനം യേശുവാണ് ഏകദൈവം എന്നുള്ള പാട്ട് പാടിയാൽ ബാക്കി ദേവതകൾക്കുള്ള നമസ്കാരം, സമർപ്പണം റദ്ദായി പോകുമെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തുന്ന, ഓസ്ട്രേലിയയിലെ പെർത്ത്, ബ്രിസ്ബെയിൻ, മെൽബൺ തുടങ്ങിയിടത്തൊക്കെ നന്ദഗോവിന്ദം ഭജൻസ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൈസയും കിട്ടും. കാരണം വിദേശത്തൊക്കെ ആകുമ്പോഴത്തേക്ക് പൈസ കിട്ടുന്നത് മോശം കാര്യമല്ല. കാരണം ഏറ്റവും പ്രൊഫഷണലായിട്ട്, ഏറ്റവും ആധുനിക വാദ്യോപകരണങ്ങളും സംഗീത സംവിധാനങ്ങളും സൗണ്ട് സിസ്റ്റവും ഒക്കെ അവതരിപ്പിച്ച് വളരെ പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് പണച്ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിലവാകുന്ന കാശ് മേടിക്കുകയും ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ കഴിഞ്ഞ ദിവസം വന്ദേ മാതരം പാടി. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്മികൾ, കൊങ്ങികൾ, സുഡാപ്പികൾ, പുരോഗമനവാദികൾ എല്ലാവരും വാദിച്ചുകൊണ്ടിരിക്കുക. MV ഗോവിന്ദൻ പറഞ്ഞു, KC വേണുഗോപാൽ പറഞ്ഞു, മാധ്യമം, പത്രം, മുക്കാൽ മീഡിയ അവർ നന്ദഗോവിന്ദത്തെ സപ്പോർട്ട് ചെയ്തു. എന്തിനാണ്? മലയാള മനോരമയാണല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. മലയാള മനോരമ എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തീയ ഭക്തിഗാനം ക്ഷേത്രത്തിൽ പാടിയതിന് അഭിനന്ദന പ്രവാഹം. അവിടെയാണ് തുടങ്ങിയത്. പിന്നെ ചില സോഷ്യൽ മീഡിയ കക്ഷികളും ഹിന്ദു മതത്തെ അങ്ങ് സമുദ്ധരിച്ച് ഹൈന്ദവ സമാജത്തിന് വേണ്ടി സമർപ്പണ ബുദ്ധിയാ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ വന്നിട്ട് അങ്ങ് ഏറ്റുപിടിച്ചു. എന്താ കുഴപ്പം? ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിലെ പെരുന്നാളിന് ഉത്സവത്തിന് ഞാനാണ് ഉത്സവത്തിന് ഒരു ദിവസത്തെ ചിലവ് വഹിക്കുന്നത് എന്തൊക്കെ പറഞ്ഞ് ഓരോ അവകാശവാദങ്ങളുമായിട്ട് ഓരോരുത്തർ വരികയാണ്. അങ്ങനെ പലരും ഉണ്ടെന്നേ. ഹിന്ദുക്കൾ ഒരുപാട് ചെയ്യാറുണ്ട്. അതൊന്നും അല്ല പ്രശ്നം. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം കത്തിച്ച് കൊണ്ടുവന്നിട്ട് ചില ആളുകൾക്ക് ഇത് ശരിയായില്ല, ആചാര ലംഘനം എന്ന് പറഞ്ഞ ആളുകളെ ആകെ ആക്ഷേപിച്ച് അവരെയൊക്കെ ഓൺലൈൻ സംഖ്യയാക്കി. നവസംഖ്യ, ഓൺലൈൻ സംഖ്യ. ആരൊക്കെയാണെന്നറിയാമോ? ശശികല ടീച്ചർ ഓൺലൈൻ സംഖ്യ, നവസംഖ്യ. RV ബാബു നവസംഖ്യ. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നവസംഖ്യ. അപ്പോൾ ഒറിജിനൽ സംഖ്യ ആരാ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഹിന്ദു സംഘടനാ പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദു സംഘടനാ പ്രവർത്തകർ ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെ അകറ്റുന്ന ആളുകളാണെന്ന് ചില ആളുകൾ ഇങ്ങനെ വാശിയോടെ ഇങ്ങനെ പോസ്റ്റിട്ട് കളിക്കുകയായിരുന്നു. അവർക്ക് ചില താല്പര്യങ്ങൾ, ഹിന്ദുക്കളുടെ ഭിന്നിപ്പുണ്ടാക്കണം, ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഗുണമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഹിന്ദു വേഷം ധരിച്ച് മാരീച വേഷധാരികളായി നടക്കുന്നുണ്ട് എന്ന് ഹിന്ദു സംഘടനകൾ പറയുന്നുണ്ട്. എന്നിട്ട് പാവം അധീന ഭാരതി എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ യുവ നേതാവിനെ, ഊർജ്ജസ്വലയായ യുവ BJP പ്രവർത്തകയെ ഈ വിവാദത്തിലേക്ക് പിടിച്ചിട്ടു. എന്നിട്ട് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അധീനം ഒന്നും നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ കത്തിച്ച് കൊണ്ടുപോയത് എന്തിനാണ്? സത്യത്തിൽ ഹിന്ദു ഒരു യൂണിറ്റി ഉണ്ടായി വരുന്നുണ്ട്. അത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ വാദം എന്നറിയോ? ക്ഷേത്രങ്ങളിലേക്ക് ഹിന്ദുക്കളെ മുഴുവൻ കൊണ്ടുവന്നത് ആരാണ്? നന്ദഗോവിന്ദം ഭജൻസാണ്. നന്ദഗോവിന്ദം ഭജൻസ് ഇല്ലായിരുന്നെങ്കിൽ അമ്പലമൊക്കെ പൂട്ടിപ്പോയനെ. പല യൂറോപ്യൻ രാജ്യങ്ങളിലും പള്ളികൾ ലേലത്തിന് വിൽക്കുകയാണ്. മനസ്സിലായില്ലേ? കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് ഏറ്റവും വലിയ സ്വാധീനമുണ്ടായിരുന്ന ബ്രിട്ടനിൽ വെള്ളക്കാരൻ, വൈറ്റ്സ് ഒന്നും അല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിക ഭരണം വന്നുകൊണ്ടിരിക്കുക. JD വാൻസ് പോലും പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് വാൻസ് പറഞ്ഞു, അതായത് ന്യൂക്ലിയർ വെപ്പണുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ, UK മാറുമെന്ന്. കാരണം പാകിസ്ഥാനിലിരിക്കുന്ന അമേരിക്ക കൊടുത്ത സാധനമാണ് അത്. വാൻസിന് അറിയാം. അപ്പോൾ അങ്ങനെ ലോകത്തെമ്പാടും ക്രിസ്ത്യാനിറ്റിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സിറിയ, ലെബനോൺ, അങ്ങനെ പഴയ ക്രൈസ്തവ രാജ്യങ്ങളൊക്കെ ഇന്ന് ആരുടെ ഭീഷണിയാണ് നേരിടുന്നത്? ആരുടെ മെഡ്സിയിലാണ് ആ രാജ്യങ്ങൾ ഇന്ന് ജീവിക്കുന്നത്? അന്ത്യോക്യ ബാവയുണ്ടല്ലോ. അന്ത്യോക്യ ബാവ ഇരിക്കുന്നത് എവിടെയാണ്? അവിടെ ചുറ്റുമുണ്ടായിരുന്ന അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സഭയോടെ പോയി. സിറിയയിലൊക്കെ പോയ നമ്മുടെ ചില മാധ്യമപ്രവർത്തകരുണ്ട്, തിരിച്ചു വന്നിട്ട് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അപ്പോൾ അതിനിടയ്ക്ക് വന്നൊരു വിവാദമാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ക്രിസ്തീയ ഗാനം പാടാം എന്ന് പറഞ്ഞ് ക്രിസ്തീയ ഗാനം പാടിയതിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ വലിയ സ്വാഗതമായിരുന്നു. എന്താപ്പാ നിങ്ങളെന്താ മിണ്ടാത്തത്? അവർ വന്ദേ മാതരം പാടി.
വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഭാരതത്തിനെ ഒരു മാതാവായി കണ്ട് അതിനെ വാഴ്ത്തി പാടുന്ന, ഭാരതത്തിനെ കാളിയായും ഒക്കെ കണ്ട് പാടുന്ന ഒരു ഗാനമാണ്, ഗീതമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ, ആനന്ദമഠം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇന്ത്യൻ ദേശീയ സമരത്തിന് ഊർജം പകർന്നു കൊടുത്ത വന്ദേ മാതരം. വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗാനമാക്കി പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്ത് എന്താ ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തു, സുഡാപ്പികളെ എതിർത്തു, കോൺഗ്രസ്സുകാരെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു ഇത് പാടത്തില്ല, ഇത് നരേന്ദ്രമോദിയുടെ ഹിന്ദു അജണ്ടയാണ്, വർഗീയ അജണ്ടയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്തീയ ഗാനം പാടിയാലൊന്നും ഒരു കുഴപ്പമില്ല. അത് അമ്പലത്തിലെ ഉത്സവത്തിന് പാടിക്കോട്ടെന്നേ. 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കും എന്ന പാട്ടും ഹിന്ദുവിൻ്റെ ക്ഷേത്ര ഉത്സവത്തിൽ പാടുന്നുണ്ട്. ഹിന്ദുവിനൊരു പ്രശ്നമില്ല. അപ്പോൾ ഹിന്ദുവിന് കേരളത്തിലെ ക്രിസ്ത്യാനിയോട് വിരോധമാണ്, ക്രൈസ്തവ സഭയോട് വലിയ ശത്രുതയാണെന്ന് കാണിച്ചു കൂട്ടാൻ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ചില ആളുകൾ നേരത്തെ പറഞ്ഞ മാരീജന്മാർ ശ്രമിച്ചത്. പക്ഷേ ആ മാരീജന്മാർ എന്താ വന്ദേ മാതരം പാടി ഇപ്പം മിണ്ടാത്തത്? കാരണം വന്ദേ മാതരത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല, തങ്ങളുടെ മതത്തിന് നിരക്കാത്തതാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട്. ആര്? മുസ്ലിങ്ങൾ അല്ലേ? അപ്പം ഈ മാധ്യമവും പത്രവും മുക്കാൽ മീഡിയയും ഇനിയിപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് എന്ത് പറയും? അവരുടെ സപ്പോർട്ട് പിൻവലിക്കണ്ടേ? ഹിന്ദു വർഗീയവാദികളാണെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പാടുമോ? വന്ദേ മാതരം പാടിയ നന്ദഗോവിന്ദം ഭജൻസിന് കോൺഗ്രസ്സുകാരൻ്റെ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, സുഡാപ്പികളുടെ, മുക്കാൽ മീഡിയയുടെ പിന്തുണയുണ്ടോ? അല്ല, ഉണ്ടാവണമല്ലോ, അതും പാടണ്ടേ? വന്ദേ മാതരം പാടി ശരിയല്ല. എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇത് കാവ്യനീതി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കാവ്യനീതി എന്ന് വെച്ചാൽ കാലത്തിൻ്റെ ഒരു തിരിച്ചടിയാണ്. നന്ദഗോവിന്ദം ഭജൻസിനെ കൊണ്ട് വന്ദേ മാതരം ഇപ്പോൾ അവർ പാടിയത് ഡെലിബറേറ്റ് ആയിട്ട് പാടിയതാണ്. ഈ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ വന്ദേ മാതരവും പാടും, ഞങ്ങൾ ദേശാഭിമാനികളാണ് എന്ന് വരുത്തി തീർക്കാൻ പാടിയതാണ്. ഒരു സംശയമില്ല, അവർ ആലോചിച്ചുറപ്പിച്ച് ചെയ്തതാണ്. കാരണം നവീൻ പറഞ്ഞ കാര്യമില്ല, ഞാനൊരു ലൈനും കാണുന്നില്ല, ഞാനൊരു ലൈനും ക്രോസ് ചെയ്തിട്ടുമില്ല, ഞാനൊരു ലൈനും കാണുന്നില്ല. ലൈൻ എന്താ? ലക്ഷ്മണരേഖ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ലക്ഷ്മണരേഖയില്ല, ഞാനൊന്നും ക്രോസ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത് പാടും. അമ്പലത്തിലാണേലും ഞാൻ പാടും. എന്താണ് ഇനി പാടുമോ എന്നറിയില്ല. ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. പ്രോഗ്രാംസൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ മനോരമയൊക്കെ വിവാദമുണ്ടായിട്ടും നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടിക്ക് വഞ്ചനാവലി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമായിരിക്കും. ഇതിനു മുമ്പ് നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പരിപാടി കാണാൻ റോഡ് മുഴുവൻ ബ്ലോക്കാക്കി ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഒന്നും മനോരമ കണ്ടിട്ടില്ല. ഇനി വാർത്ത കൊടുക്കും. പക്ഷേ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഞാൻ പറയുന്നതല്ല. അപ്പം ഈ വന്ദേ മാതരം പാടുന്നത് വഴി ഇസ്ലാമിസ്റ്റുകൾക്കെതിരാണ് നന്ദഗോവിന്ദം എന്ത് വ്യാഖ്യാനിക്കുമോ നിങ്ങൾ? ചോദ്യം പ്രസക്തമല്ലേ? ഇത് ഞാൻ കാവ്യനീതി എന്ന് പറയാൻ കാരണം എന്നറിയോ? ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടു, അവരുടെ ഒരു വിശദീകരണ കുറിപ്പ് മലയാളത്തിൽ ഭജനഗാനങ്ങൾ പാടിയ നന്ദഗോവിന്ദം ഇംഗ്ലീഷിലാണ് വിശദീകരണ കുറിപ്പ് ഇറക്കുന്നത് എന്നൊരു ആക്ഷേപം പറഞ്ഞു കേട്ടു. ടി പി സെൻകുമാർ സാറ് ഈ പറയുന്ന ഈ നവീന ഓൺലൈൻ സംഖ്യയാണോ? നവസംഖി ആണോ? ഈ പറഞ്ഞ ആളുകൾ മറുപടി പറയേണ്ടതാണ്. അപ്പോൾ ഇവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരിടത്ത് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഭജന എന്ന് പറയുന്ന ഗാനമേള നടക്കുന്നു. അപ്പോൾ LED സ്ക്രീൻ, LED വാളുണ്ട് പുറകിൽ. LED വാളിൽ എന്ത് പറഞ്ഞു? ഭാരതാംബയുടെ ചിത്രം വന്നു. ഭാരതാംബയുടെ ചിത്രം വന്നപ്പോൾ ഇവർ പോസ്റ്റ് ഇട്ടത്രേ അവരുടെ പേജിൽ. അത് ഡെലിബറേറ്റ്ലി അല്ല, ഞങ്ങളല്ല, അതിൻ്റെ LED-യിൽ വരുന്ന ഡിസ്പ്ലേ ഞങ്ങളുടെ അല്ല, അത് വേറെ ആളുകൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളത്. പിന്നീട് ഒരിക്കൽ അവരോട് ആരോ ചോദിച്ചു, നിങ്ങൾ പരമപവിത്രം പാടുമോ എന്ന്. അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? ആ മറുപടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട്. അല്ല, ആർക്കെങ്കിലും വിദ്വേഷമുണ്ടാകുന്നത് ഞങ്ങൾ പാടില്ല. സംഗീതം എല്ലാവരും ഒരുമിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ വന്ദേ മാതരമോ? വന്ദേ മാതരം അങ്ങനെയല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമാണെന്ന് നന്ദഗോവിന്ദം ഭജൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ചെയ്ത അപരാധങ്ങൾക്കൊരു പ്രായശ്ചിത്തമായി കാണുന്നു. അതുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻസ് യഥാർത്ഥ ഭാരതീയ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഇനി കേരളത്തിലെ വേദികളിലും അവർ വന്ദേ മാതരം പാടണം. പരമപവിത്രം തന്നെയാണ് സാർ വന്ദേ മാതരം. വന്ദേ മാതരം ഭാരതത്തിനെ സ്തുതിക്കുന്നു, പരമപവിത്രവും ഭാരതത്തെ സ്തുതിക്കുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പരമപവിത്രം പാടുന്നതിന് തുല്യം തന്നെയാണ് വന്ദേ മാതരം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ വേമ്പിൻകുളങ്ങര മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിനാണല്ലോ ചെയ്തത്. അത് അതിൻ്റെ ആ ക്ഷേത്രത്തിന് ഈ ആസ്ട്രേലിയയിലെ പരിപാടിക്ക് ഇവരവരുടെ ഡിസ്പ്ലേ ഒക്കെ കാണിച്ചോട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുകയാണ്, അതിനെ സഹായിക്കണം, ഞങ്ങൾ തന്നിട്ടുള്ള കാർഡിൽ അതിൻ്റെ QR കോഡുണ്ട്, സ്കാൻ ചെയ്ത് സംഭാവന കൊടുക്കുന്നത് നല്ല കാര്യം.
നല്ല കാര്യം. ക്ഷേത്രത്തിന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. ഗ്രൗണ്ട് ഒരുക്കുക, ബാരിക്കേഡ് കെട്ടുക, പിന്നെ സൗണ്ട് സിസ്റ്റം ഒരുക്കുക, ഒരുപാട് ചിലവുണ്ട്. ഇനി എത്ര പൈസ വരുമാനം കിട്ടിയിട്ടുണ്ടെന്നുള്ള കണക്കിന് ഇപ്പം നമ്മളോടൊന്നും പറയണ്ട. ക്ഷേത്രത്തിന് ആ പൈസ ഗുണം ചെയ്യട്ടെ, നന്നായി വരട്ടെ. ക്ഷേത്രത്തിൽ ഈ ഉണ്ണിയൂട്ട് എന്നൊരു പരിപാടിയുണ്ട്. എന്നറിയോ? ആ ക്ഷേത്രം പ്രസിദ്ധമാണ്. കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരിയിലെ ക്ഷേത്രമാണ്. ഉണ്ണിയൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മക്കളില്ലാത്ത ദമ്പതിമാർ വന്നിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മക്കളുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രശസ്തനായ ഗായകന് 6-7 വർഷക്കാലമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. മക്കളുണ്ടാകാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ണിയൂട്ട് നടത്തിയിരുന്നു. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഉണ്ടായതിന് ശേഷം അദ്ദേഹം എന്നോട് ഈ വെമ്പിൻകുളങ്ങര ക്ഷേത്രത്തിലെ ഒരാൾ പറഞ്ഞാണ്, അവിടെ ഒരുപാട് പേർക്ക് നന്ദഗോവിന്ദം അന്ന് അവിടെ ചെയ്തത് ശരിയല്ല എന്ന് അഭിപ്രായമുള്ളവരുകൊണ്ടാണ് ഈ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ണിയൂട്ട് നടത്തിയ ഒരാൾക്ക് 7 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം അവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടുത്തെ മഹാദേവനേക്കാളും വലിയ പടം വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പടം വെച്ച് അമ്പലം കമ്മിറ്റിക്കാരൻ നോട്ടീസ് അടിച്ച് എന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയില്ല അപവാദമാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ചിലപ്പം നമ്മൾ കരുതും ഒരു ക്ഷേത്രത്തിൽ ഒരാൾ ഒരു VIP ഒരു സെലിബ്രിറ്റി വരുമ്പോൾ ഭഗവാനേക്കാളും വലിയ മൂർത്തിയേക്കാളും വലിയ ആളാണ് എന്ന് കരുതുന്നിടത്താണ് ഈ പ്രശ്നം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. ഇതൊന്നും നമുക്ക് പറഞ്ഞു നടക്കാൻ ഒരു താല്പര്യമില്ല. കാരണം ശശികല ടീച്ചർ പറഞ്ഞല്ലോ, അവർ നമ്മുടെ കുട്ടികളാണ്. നന്ദഗോവിന്ദത്തിനൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് ക്ഷമിക്കേണ്ടത് ഹിന്ദു സമാജമാണ്. ഞങ്ങളെ ആരും വളർത്തിയതല്ല, ഞങ്ങൾ സ്വയം വളർന്നു വന്നതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ഡയലോഗുകളുണ്ടല്ലോ. അല്ലെങ്കിൽ അമ്പലത്തിൽ ക്രിസ്തീയ ഗാനം പാടരുതെന്ന് പറയുമ്പോൾ അത് പറയാൻ താങ്കൾ ആരാണ് സർ എന്നൊക്കെ ചോദിക്കും. സാർ ഉണ്ടെങ്കിലും ആ ചോദ്യത്തിൽ നിഴലിക്കുന്ന ഒരു ഭാവമുണ്ട്. ഇതൊക്കെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് നന്ദഗോവിന്ദം ഭജൻസ് അവിടെ പാടി അത് വളരെ മനോരമയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. മനോരമ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും ചില പ്രതികരണങ്ങൾ വന്നു. ആ പ്രതികരണങ്ങളെ ചില സാമൂഹ്യ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഏറ്റെടുത്ത് പിടിച്ചു. അതൊക്കെ വളർത്തി ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തകർക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്താം. പിന്നെ വേടൻ്റെ പരിപാടിക്ക് പോയവരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. വേടൻ്റെ പരിപാടിക്ക് പോകേണ്ടവർ ഇപ്പോഴും വേടൻ്റെ പരിപാടിക്ക് പോകുന്നുണ്ട്. ഇല്ലേ? ചാരായം നിരോധിച്ചുകൊണ്ട് ഇവിടുത്തെ കള്ളുകൂടി നിന്നോ? ഇല്ലല്ലോ. അടിക്കേണ്ടവൻ അടിക്കുന്നുണ്ട്. അപ്പോൾ വേടൻ്റെ പരിപാടിക്ക് പോകണം. അപ്പം നന്ദഗോവിന്ദം ഭജൻസ് ആളുകളെ കൂട്ടിയിട്ടുണ്ട്. അവർക്ക് ആരാധക വൃന്ദമുണ്ട്. ആളുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതില്ലായിരുന്നെങ്കിൽ ഹിന്ദു സമാജം അങ്ങ് കുറ്റിയേറ്റ് പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ ഈ നിശബ്ദമായി നിരന്തരം സമാജത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമുണ്ട്. അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും RSS എന്നുള്ള മഹാവൃക്ഷത്തിൻ്റെ തണലിൽ വലിയ സമാജ പ്രവർത്തനങ്ങൾ, സമാജത്തെ പുനരുദ്ധരിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അതൊന്നുമല്ല ഞങ്ങൾ വന്ന് വചന പാടിയതുകൊണ്ടാണ് എന്ന് പറയുന്നതുകൊണ്ട് എന്ന് നന്ദഗോവിന്ദം ഭജൻസ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സ്വയം വളരുന്നു, ഒരു ചെടിയും സ്വയം വളരാറില്ല. സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, അല്ലേ? വളം കിട്ടുമെങ്കിൽ അതും വേണം. അങ്ങനെയാണ്. സ്വാഭാവികമായി ഒന്നും വളരാറില്ല. പ്രകൃതി തന്നെ വളരാനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോ ചെടികൾക്കും ഉണ്ടാക്കി കൊടുക്കും. ചില ചെടികൾക്ക് കൂടുതൽ ഭാഗ്യം കിട്ടുമ്പോൾ കൂടുതൽ വളം കിട്ടും, പരിലാളനം കിട്ടും. അങ്ങനെ പരിലാളിച്ച് വളർത്തിയെടുക്കുന്ന മരങ്ങൾ ചിലപ്പോൾ മരങ്ങൾ കായ്ക്കുമ്പോൾ വിഷവിത്തുകൾ ഉണ്ടായി എന്നും വരാം. പക്ഷേ അത് പരിപാലിക്കുന്നവർ അതിൻ്റെ ഫലം ഇച്ഛിച്ചിട്ടല്ല മരങ്ങളെ. ചിലപ്പം നമ്മൾ മാവ് നട്ട് വളർത്തും, അവസാനം മാങ്ങ ഉണ്ടാവും, ചിലപ്പോൾ മാങ്ങ ഉണ്ടാവത്തില്ല. പക്ഷെ ഉണ്ടാവുന്ന മാങ്ങയ്ക്കകത്ത് ഇറച്ചി പഴുത്ത് കഴിയുമ്പോൾ പുഴുക്കളായിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ മാവ് നടാതിരിക്കില്ല, വെള്ളം ഒഴിക്കാതിരിക്കില്ല, ഒക്കെ ചെയ്യില്ല. അപ്പോൾ ഈ വിവാദം ഇത്രയും പേര് കത്തിച്ചു കൊണ്ടുപോകണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഈ വിവാദം ഇവിടെ അവസാനിക്കണം. നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ യാത്ര തുടരട്ടെ. പിന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യം, ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുന്നിൽ ദേവനും അനുരാഗിയ അമ്പലപ്രാവേ. പാട്ട് എന്ത് പാട്ടാ? സിനിമാ ഗാനമാണ്. ഒരു പ്രണയഗാനമാണ്. അത് ഭജനപ്പാട്ടൊക്കെ ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഗിമ്മിക്കുകളാണ്, അല്ലേ? അപ്പോൾ ഒരു ക്ഷേത്ര വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പാടാമോ? ഒരു കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ മിഥുൻ ചക്രവർത്തിയുടെ പാട്ട് കേട്ട് ആവേശഭരിതരായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സദസ്സ് അറിയണം, വേദി അറിയണം, ഇതൊക്കെ ഒരു മര്യാദയാണ്. അപ്പോൾ ഏതായാലും നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട ഇനി ഒരു വീഡിയോയും നമ്മൾ ചെയ്യില്ല. കാരണം നമ്മൾ തുടക്കത്തിൽ അവരെക്കുറിച്ച് പറയുന്ന അവരുണ്ടാക്കുന്ന
അവർ കൊണ്ടുവന്ന ഒരു കൂട്ടായ്മ, ആളുകളെ ക്ഷേത്ര പരിപാടികൾക്ക് എത്തിക്കാനുള്ള ഒരു 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 ശ്രമം, അവരുടെ ശ്രമമല്ല, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം, MG ശ്രീകുമാറിൻ്റെ ഗാനമേള. നന്ദഗോവിന്ദം ഭജനത്തിൻ്റെ ഒരു പരിപാടിക്ക് വരുന്നതിൻ്റെ 3 ഇരട്ടി ജനം ഉണ്ടായിരുന്നു. ജനം ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്ത് ആണ് ആ MG ശ്രീകുമാർ പാടിയ ഭക്തി ഗാനമേള. എത്ര കോരിത്തെരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു. അവിടെയും ജൻസി ഉണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും അപാലവൃദ്ധം ജനങ്ങളും ആനന്ദ സാഗരത്തിൽ ആറാടി നൃത്തം ചെയ്തു. അത് ആര് പാടിയാലും ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ പാടാൻ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നന്ദഗോവിന്ദം പാടട്ടെ, എല്ലാവരും പാടട്ടെ, ക്ഷേത്രമുറ്റത്തേക്ക് ആളുകളെത്തട്ടെ. 2000 നവീൻ്റെയും പ്രവീണിൻ്റെയും കൂടെ ഒരു ഇൻ്റർവ്യൂ മാതൃഭൂമി ചാനലിൽ കൊടുത്തത് ഞാൻ കണ്ടിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഞങ്ങളൊരു ഇൻഡസ്ട്രി, ഭക്തി ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള അറിയില്ലായിരുന്നു. പുതിയ മീഡിയ ഇൻഡസ്ട്രി അല്ലേ, മീഡിയ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ് അല്ലേ, ആശുപത്രി വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ആതുര ശുശ്രൂഷയാണ്, ഇൻഡസ്ട്രിയാണോ എന്നാരും ചോദിക്കാറില്ല. ഇൻഡസ്ട്രിയാണ്. അവർ പറയുന്നു മീഡിയ ഞങ്ങളൊരു പുതിയ ഇൻഡസ്ട്രിയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് മത്സരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസമാണ്, ദൈവാനുഗ്രഹവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഈ പുതിയ ആളുകൾ വരട്ടെ, ആ ഇൻഡസ്ട്രി വളരട്ടെ. 2027 ഞങ്ങൾക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. പുതിയ പരീക്ഷണങ്ങൾ നടത്തട്ടെ, അവർ മുന്നോട്ട് പോകട്ടെ. അവരൊരിക്കലും നമ്മളോട് വന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞില്ല. നമ്മളെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവരുടെ പാട്ടിന് പോയി. നമ്മൾ കിളികളെ വളർത്തില്ലേ, ചെറിയ മുട്ടയിൽ നിന്ന് വിരിയുന്ന തത്തയും മാടത്തെയും മൈനയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തും. ചിറക് വെച്ച് ചിറകിന് ബലം വിട്ടുമ്പോൾ അവർ ചിലപ്പോൾ പറന്നു പോകും, ചിലപ്പോൾ അവർ പോയില്ലെന്നും വരും, ചിലപ്പോൾ അവർ പോയിട്ട് തിരിച്ചും വരും. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻ പാടട്ടെ, കേരളം മുഴുവൻ അവർ പാടി ഭക്തിയോ സംഗീതമോ ഒക്കെ നിറയ്ക്കട്ടെ, അവരുടെ ആരാധകവൃന്ദത്തെ തൃപ്തിപ്പെടുത്തട്ടെ, അവർക്ക് എല്ലാ സുഗമമായ യാത്രയ്ക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അവർ ഇനിയും എല്ലാ വേദികളിലും വന്ദേ മാതരം പാടി അവരുടെ യാത്ര തുടരട്ടെ എന്ന് നമ്മൾ ഹൃദ്യമായി ആശംസിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അദീന ഭാരതി പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതെ, എൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം, ശശികല ടീച്ചർ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ അച്ഛൻ്റെ പേര് അലക്സ് എന്നാണ്, പക്ഷെ ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്നു, BJP-കാരിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ വീട്ടിലൊക്കെ ചില പ്രശ്നം അങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് പരിഹരിക്കാൻ ഒരു തെണ്ടിയും ഈ വഴിക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുപോലെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ ഹിന്ദു നോക്കിക്കോളും. ഹിന്ദുവിനെ നന്നാക്കാൻ മാമൻ മാപ്പയുടെ മലയാള മനോരമയും ഉൾപ്പെടെ ആരും വരണ്ട. ഹിന്ദുവിൻ്റെ വഴിക്ക് വിടും. ഹിന്ദുവിന് എന്ത് ചെയ്യണമെന്ന് ഹിന്ദുവിനറിയാം. ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സംസാരിക്കാനിരിക്കുന്ന ശശികല ടീച്ചറാണെങ്കിലും RV ബാബു ആണെങ്കിലും ചിദാനന്ദപുരി സ്വാമി ആണെങ്കിലും സെൻകുമാർ ആണെങ്കിലും അനിൽ വിളയിലാണെങ്കിലും അവരവരുടെ കാര്യങ്ങൾ പറയും. അവരെ ഓൺലൈൻ സംഘി എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അതിശക്തമായി മറുപടി പറയും. കാരണം ഈ പറയുന്ന നിങ്ങളാരും അല്ല ഹിന്ദു സമാജത്തിന് വേണ്ടി നിങ്ങളുടെ സംഭാവന എന്താണ്, ഇവരുടെ സംഭാവന എന്താണെന്ന് വളരെ കൃത്യമായി ഹിന്ദുക്കൾക്കറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.